Come on children, welcome all. This is a continuation of our last video. Hope you have all watched it. Today we are discussing the remaining activities in the second unit. Let us start. Activity 6. The postmaster in the story said, I wish I had the faith of the man who wrote this letter. ഈ കഥയിലെ പോസ്റ്റ് മാസ്റ്റർ പറയുകയാണ്, എനിക്ക് ഈ കത്തെഴുതിയ ആളുടെ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. The postmaster expressed his strong wish here. ഇവിടെ പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. Now look at the following. Suja has to do a project on the topic Rivers of India, but she can't find any books to refer to. There is no library near her house. Look at how she expressed her wish. സുജയ്ക്ക് റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യണം, പക്ഷേ അവളുടെ വീടിനടുത്ത് എങ്ങും ഒരു നല്ല ലൈബ്രറി ഇല്ല. അപ്പോൾ അവൾ എന്തായിരിക്കും ആഗ്രഹിക്കുക? അതെങ്ങനെയായിരിക്കും അവൾ പ്രകടിപ്പിക്കുന്നത്? പോസ്റ്റ് മാസ്റ്റർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എക്സ്പ്രസ് ചെയ്തത്? ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദിസ് ലെറ്റർ. ഈ കത്തെഴുതിയ ആളുടെ അത്ര വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഇവിടെ സുജയുടെ ആഗ്രഹം എന്താണ്? വീടിനടുത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ. അവളുടെ ആഗ്രഹം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഐ വിഷ് എന്ന് തുടങ്ങിയിട്ട് എങ്ങനെ എഴുതാം? ഐ വിഷ് ഐ ഹാഡ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. ടോം ഓൾവേസ് തിങ്സ് ഓഫ് ബൈയിങ് എ ബൈസിക്കിൾ. ടോം എപ്പോഴും ഒരു സൈക്കിൾ വാങ്ങുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബട്ട് ഹിസ് ഫാദർ സേയ്സ്, പക്ഷേ അവൻ്റെ ഫാദർ പറയുന്നത് ഹി വിൽ ബൈ എ ബൈസിക്കിൾ ഫോർ ഹിം ഓൺലി ആഫ്റ്റർ 2 years. 2 വർഷം കഴിഞ്ഞ് സൈക്കിൾ വാങ്ങൂ എന്നാണ്. ഹി ഫെൽറ്റ് വെരി ഡിസപ്പോയിൻറ്റഡ്. അവന് വളരെ നിരാശ തോന്നി. അവൻ എന്തായിരിക്കും അവൻ്റെ ആഗ്രഹം പറയുക? എങ്ങനെയായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്? ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഹിയർ സുജ ആൻഡ് ടോം എക്സ്പ്രസ് their ഫീലിങ്സ് യൂസിങ് ഐ വിഷ്. ഇവിടെ സുജയും ടോമും അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചത് ഐ വിഷ് എന്ന് തുടങ്ങിയിട്ടാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഐ വിഷ്. ഐ വിഷ് എന്ന് തുടങ്ങി ഈ വാക്യങ്ങൾ പൂർത്തിയാക്കാമോ? ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു ലോറിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? ഒരു പുതിയ ലോറി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പുതിയ കാർ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ എന്തു ആവാം അല്ലേ? ഐ വിഷ് ഐ ഹാഡ് എ ന്യൂ കാർ. ഒരു പുഴവക്കിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതാണ് അടുത്ത ചിത്രം. അവളുടെ മനസ്സിൽ എന്തായിരിക്കും? അക്കരെ കടക്കാൻ ഒരു തോണി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എഴുതുക? ഐ വിഷ് ഐ ഹാഡ് എ ബോട്ട്. അടുത്ത 2 വാക്യങ്ങൾ നിങ്ങൾ സ്വയം പൂർത്തിയാക്കി നോക്കൂ. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ലഞ്ചോ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. പതിവിലും നേരത്തെ ലഞ്ചോ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ഇവിടെ ഏർലിയർ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏർലി എന്ന വാക്ക് നിങ്ങൾക്ക് പരിചിതമാണ് അല്ലേ? എന്താണ് ഏർലി എന്ന് വെച്ചാൽ? നേരത്തെ. ഏർലി എന്ന വാക്കിൻ്റെ മറ്റ് 2 ഫോംസാണ്, ഡിഗ്രീസ് ആണ് ഏർലിയർ ആൻഡ് ഏർലിയസ്റ്റ്. ഒരു വാക്കിൻ്റെ 3 ഡിഗ്രീസ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ 3 ചിത്രങ്ങളിലെ വാക്കുകൾ ശ്രദ്ധിക്കൂ. യങ്, യങ്ങർ, യങ്ങസ്റ്റ്. ആദ്യത്തെ ചിത്രത്തിലെ പെൺകുട്ടി യങ് ആണല്ലേ, വലിയ പ്രായമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവളെ ഷീസ് യങ് എന്ന് പറയാം. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. ആ കുട്ടി കുറച്ചുകൂടി പ്രായം കുറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലെ കുട്ടി കുറച്ചുകൂടി പ്രായം കുറഞ്ഞ, ഒന്നാമത്തെ ചിത്രത്തിലെ കുട്ടിയേക്കാൾ പ്രായം കുറഞ്ഞ എന്ന് പറയാം. അതിന് നമ്മൾ യങ്ങർ എന്ന് പറയും. ഒന്നാമത്തെ ചിത്രത്തിലെ കുട്ടി യങ് ആണ്, എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലെ കുട്ടി കുറച്ചുകൂടി പ്രായം കുറഞ്ഞ യങ്ങർ ആണ്. എന്നാൽ ഈ 3 ചിത്രങ്ങളിലും ഏറ്റവും പ്രായം കുറഞ്ഞത് ആർക്കാണ്? മൂന്നാമത്തെ ചിത്രത്തിലെ കുട്ടിക്കാണ്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾക്ക് യങ്ങസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വാക്കാണ് യങ്, സെക്കൻഡ് യങ്ങർ, കുറച്ചുകൂടി പ്രായം കുറഞ്ഞ, ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന് പറയാൻ നമ്മൾക്ക് യങ്ങസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാം. അടുത്ത ചിത്രത്തിൽ 3 പേരെ കാണാം. പെൻഗ്വിൻ, ടോർട്ടോയിസ് ആൻഡ് സ്നെയിൽ. 3 പേരും വളരെ സാവധാനം നടക്കുന്ന ആളുകളാണ് അല്ലേ?
പെൻഗ്വിൻ്റെ താഴെ നമുക്ക് എന്തെഴുതാം? സ്ലോ, സാവധാനം എന്ന് എഴുതാം. രണ്ടാമത്തെ ചിത്രത്തിലോ ടോട്ടോയിസ്. പെൻഗ്വിനെയും ടോട്ടോയിസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതൽ സാവധാനം നടക്കുന്നത്? സ്ലോവർ. ആരാണ് സ്ലോവർ? ടോട്ടോയിസ് ഈസ് സ്ലോവർ ദാൻ പെൻഗ്വിൻ. അപ്പോൾ രണ്ടാമത്തേത് കുറച്ചുകൂടി സാവധാനം നടക്കുകയാണ് ചെയ്യുന്നത്, സ്ലോവർ. മൂന്നാമത് സ്നെയിൽ. ഈ 3 പേരിൽ ഏറ്റവും സാവധാനം നടക്കുന്നത് ആരാണ്? വളരെ പതുക്കെ നടക്കുന്നത് സ്നെയിലാണ്. അപ്പോൾ അവിടെ സ്ലോവസ്റ്റ് എന്നെഴുതാം. ലുക്ക് അറ്റ് ദ തേർഡ് പിക്ചർ. ദർ ആർ 3 അനിമൽസ്. ദേ ആർ ഓൾ ടോൾ. സീബ്രയെ നമുക്ക് എങ്ങനെ എഴുതാം? സീബ്ര ഈസ് ടോൾ. ടോൾ എന്നെഴുതാം താഴെ. എന്നാൽ സീബ്രയെയും ക്യാമലിനെയും കമ്പയർ ചെയ്യുമ്പോഴോ ആരാണ് കൂടുതൽ ഉയരമുള്ളത്? ക്യാമൽ. അപ്പോൾ അതിന് താഴെ ടോളർ. എന്നാൽ ഈ 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും ഉയരമുള്ളത്? ജിറാഫ്. ജിറാഫിന് താഴെ ടോളസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ വെഹിക്കിൾസ് ഷോൺ ഇൻ ദ പിക്ചേഴ്സ് ആൻഡ് കമ്പയർ ദം യൂസിങ് ദ വേർഡ്സ് ഇൻ ദ ബോക്സ്. 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ഒരു കാറും ഓട്ടോറിക്ഷയും. ഇവയെ താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ കുറച്ചെണ്ണം ചെയ്ത് കഴിഞ്ഞല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതൊന്ന് എഴുതി നോക്കാം. വേർഡ്സ് നോക്കൂ. ബിഗ്, വലിപ്പം കൂടിയ. മോർ എക്സ്പെൻസീവ്, കൂടുതൽ വില പിടിച്ച. ഫാസ്റ്റ്, വേഗത കൂടിയ. ഹെവിയർ, ഭാരം കൂടിയ. ലൈറ്റ്, ഭാരം കുറഞ്ഞ. സ്ലോവർ, സാവധാനം ഓടുന്നത്. സ്മോളർ, ചെറുത്. An example is already given. A car is more expensive than an auto rickshaw. ഓട്ടോറിക്ഷയേക്കാൾ വിലപിടിപ്പുള്ളതാണ് കാറ്. കാറ് ഓട്ടോറിക്ഷയേക്കാൾ വേഗത കൂടിയ വാഹനമാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം, എ കാർ ഈസ് ഫാസ്റ്റർ ദാൻ ആൻ ഓട്ടോറിക്ഷ. ഇത് നേരെ തിരിച്ചെഴുതിക്കൂടെ? ഓട്ടോറിക്ഷ കാറിനേക്കാൾ വേഗത കുറഞ്ഞതാണ് എന്നെഴുതാം. ആൻ ഓട്ടോറിക്ഷ ഈസ് സ്ലോവർ ദാൻ എ കാർ. കാറിന് ഓട്ടോറിക്ഷയേക്കാൾ ഭാരം കൂടുതലാണ്. എ കാർ ഈസ് ഹെവിയർ ദാൻ ആൻ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ കാറിനേക്കാൾ ഭാരം കുറഞ്ഞതാണ്. എങ്ങനെ എഴുതാം? An auto rickshaw is lighter than a car. Now try to complete the worksheet yourselves. Activity 8. In the story you read the sentence, "Don't send the letter to me through the mail because the post office employees are a bunch of crooks." Lencho gives his reason to God for asking him not to send the letter by post. Lencho ദൈവത്തോട് പറയാണ്, പോസ്റ്റ് ഓഫീസ് വഴി മറുപടി അയക്കരുത്, കാരണം പോസ്റ്റ് ഓഫീസിലുള്ളവരെല്ലാം കൗശലക്കാരാണ് എന്ന്. ഇങ്ങനെ നമ്മളും നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും കാരണങ്ങൾ പറയാറുണ്ടല്ലോ. Here is a little boy, Nikhil, who always gives some reasons for his actions. When late to school, he would say, "I am late because I missed the bus." ഇവിടെ നിഖിൽ എന്ന് പറയുന്ന ഒരു കുട്ടി അവൻ്റെ ഓരോ പ്രവൃത്തികൾക്കും ഓരോ കാരണങ്ങൾ പറയാണ്. അവൻ സ്കൂളിൽ വൈകി എത്തിയാൽ അവൻ എന്ത് പറയും? ഞാൻ ലേറ്റായി കാരണം എനിക്ക് ബസ് മിസ്സായി എന്ന്. യു ക്യാൻ സീ വാട്ട് ഹാപ്പൻ ടു നിഖിൽ ഇൻ വൺ കോളം ആൻഡ് വൈ ഇറ്റ് ഹാപ്പൻ ഇൻ ദ അതർ. ഇവിടെ 2 കോളങ്ങൾ തന്നിരിക്കുന്നു. ഒന്നാമത്തെ കോളത്തിൽ നിഖിലിന് എന്താണ് പറ്റിയതെന്നും രണ്ടാമത്തെ കോളത്തിൽ അത് എന്തുകൊണ്ടാണ് എന്നും കാണിച്ചിട്ടുണ്ട്. Write in the space provided the reasons he gave using because. ഇവിടെ നിഖിൽ എന്താണ് പറയുന്നത്? My books got wet. എൻ്റെ പുസ്തകങ്ങൾ നനഞ്ഞു. കാരണം എന്താണ്? മഴ പെയ്തു അല്ലേ? എങ്ങനെയാണ് ബിക്കോസ് വെച്ചിട്ട് ഈ 2 സെൻറ്റൻസിനെ കണക്ട് ചെയ്യുന്നത്? മൈ ബുക്സ് ഗോട്ട് വെറ്റ് ബിക്കോസ് ഇറ്റ് റെയിൻഡ്. അടുത്ത ചിത്രം നോക്കൂ. ഐ സ്ക്രീംഡ്, ഞാൻ കരഞ്ഞു. എന്തുകൊണ്ടാണ് കരഞ്ഞത്? നേഴ്സ് ഇഞ്ചക്ഷൻ വെച്ചതുകൊണ്ടാണല്ലേ. എങ്ങനെ എഴുതും? ഐ സ്ക്രീംഡ് ബിക്കോസ് ദ നേഴ്സ് ഗേവ് മീ ആൻ ഇഞ്ചക്ഷൻ. അടുത്ത ചിത്രം ശ്രദ്ധിക്കൂ. ഐ റാൻ, ഞാൻ ഓടി. എന്താണ് കാരണം? ഒരു നായ ഓടിച്ചു. എ ഡോഗ് ചേസ്ഡ് മീ. എങ്ങനെയാണ് ബിക്കോസ് വെച്ച് കണക്ട് ചെയ്യുന്നത്? ഐ റാൻ ബിക്കോസ് എ ഡോഗ് ചേസ്ഡ് മീ. ആക്ടിവിറ്റി 9. Look at the pictures given below. What do you see in the picture? A woman is waiting for the bus. ഒരു സ്ത്രീ ബസ് കാത്തു നിൽക്കുന്നു. What do you see now? ഇപ്പോഴെന്താ കാണുന്നത്? The bus is coming. ബസ് വരികയാണ്. What did the woman do when the bus came? ബസ് വന്നപ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്തത്? When the bus came, the woman got into it. ബസ് വന്നപ്പോൾ ആ സ്ത്രീ ബസ്സിലേക്ക് കയറി.
Now look at the pictures below and answer the questions as shown in the example. നമ്മൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിൾ നമ്മൾ ചെയ്തതുപോലെ ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. നോക്കാം. ചിത്രം നോക്കൂ. ഒരു സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ആർ ദ സിഗ്നൽസ് ടേൺഡ് ഓൺ? നോ, ദ സിഗ്നൽസ് ആർ നോട്ട് ടേൺഡ് ഓൺ. സിഗ്നൽസ് ഓൺ അല്ല. അടുത്ത ചിത്രം നോക്കൂ. വാട്ട് ഡു യു സീ നൗ? ഇവിടെ പച്ച ലൈറ്റ് കത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ദ ഗ്രീൻ ലൈറ്റ് ഈസ് ടേൺഡ് ഓൺ എന്നെഴുതാം. വെൻ ഡിഡ് ദ വെഹിക്കിൾ മൂവ്? എപ്പോഴാണ് വാഹനം മൂവ് ചെയ്യാൻ തുടങ്ങിയത്? ഗ്രീൻ ലൈറ്റ് കത്തിയപ്പോഴാണ് അല്ലേ? എങ്ങനെയാണ് ആ സെൻറ്റൻസിനെ കണക്ട് ചെയ്യുന്നത്? വെൻ ദ ഗ്രീൻ ലൈറ്റ് ടേൺഡ് ഓൺ ദ വെഹിക്കിൾ മൂവ്ഡ്. സി എ ഡോഗ് ഈസ് ദർ ഇൻ ദ പിക്ചർ. വാട്ട് ഈസ് ഹി ഡൂയിങ്? ദ ഡോഗ് ഈസ് ലൈയിങ് ഡൗൺ. വാട്ട് ഡിഡ് ദ ഡോഗ് സീ? എന്താണ് ആ നായ കണ്ടത്? ദ ഡോഗ് സോ എ കാറ്റ്. ഒരു പൂച്ചയെയാണ് കണ്ടത്. വെൻ ഡിഡ് ദ ഡോഗ് ബാർക്ക്? എപ്പോഴാണ് നായ കുരച്ചത്? പൂച്ചയെ കണ്ടപ്പോഴാണ് അല്ലേ? വെൻ ദ ഡോഗ് സോ എ കാറ്റ് ഇറ്റ് ബാർക്ക്ഡ്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എ ലോട്ടസ് ബഡ്. വാട്ട് ഡു യു സീ നൗ? ദ സൺ റൈസസ്. വെൻ ഡിഡ് ദ ലോട്ടസ് ബഡ് ഓപ്പൺ? വെൻ ദ സൺ റോസ് അപ്പ് ദ ലോട്ടസ് ബഡ് ഓപ്പൺഡ്. സൂര്യൻ ഉദിച്ചപ്പോഴാണ് ലോട്ടസ് ബഡ് വിരിഞ്ഞത്. അടുത്ത ചിത്രം നോക്കൂ. ഹു ഈസ് സീൻ ഇൻ ദ പിക്ചർ? എ ഗേൾ. വാട്ട് ഡിഡ് ദ ഗേൾ സീ? ദ ഗേൾ സോ എ സ്നേക്ക്. അവളൊരു പാമ്പിനെയാണ് കണ്ടത്. വെൻ ഡിഡ് ദ ഗേൾ സ്ക്രീം? പെട്ടെന്ന് കുട്ടി അലറി കരയുകയാണ്. എപ്പോഴാണ് അവൾ കരഞ്ഞത്? പാമ്പിനെ കണ്ടപ്പോഴാണ് അല്ലേ? വെൻ ദ ഗേൾ സോ എ സ്നേക്ക് ഷീ സ്ക്രീംഡ്. അടുത്തതായി നമുക്ക് എഡിറ്റിംഗ് നോക്കാം. ഹിയർ ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലഞ്ചോസ് വില്ലേജ്. ലഞ്ചോയുടെ വില്ലേജിൻ്റെ ഒരു വിവരണമാണ് തന്നിരിക്കുന്നത്. ദർ ആർ സർട്ടൻ എറേഴ്സ് ഇൻ ഇറ്റ്. അതിൽ ചില തെറ്റുകളുണ്ട്. ദേ ആർ അണ്ടർലൈൻഡ്. എഡിറ്റ് ദം. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന തെറ്റുകൾ എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദ മോർണിംഗ് സൺ റോസ് അപ്പ് ഇൻ ദ സ്കൈ. രാവിലെ സൂര്യൻ ആകാശത്ത് ഉദിച്ചുയർന്നിരിക്കുന്നു. ദ സ്നോ കവറിംഗ് ദ ഫീൽഡ് സ്ലോലി ബിഗിൻ ടു മെൽറ്റ്. വയലിനെ മൂടിയിരിക്കുന്ന മഞ്ഞ് മെല്ലെ അലിയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബിഗിൻ എന്ന വാക്കാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത്. എന്താണ് തെറ്റ്? മഞ്ഞിൻ്റെ പാളി അലിയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഗിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നാണ് അർത്ഥം. തുടങ്ങി എന്ന് എങ്ങനെയാക്കും? ബിഗാൻ എന്ന് മാറ്റാം. ലീവ്സ് ഓഫ് ഗ്രാസ് പീപ്ഡ് ഇൻ ക്ലിയർ വാട്ടർ. തെളിഞ്ഞ വെള്ളത്തിലേക്ക് പുൽനാമ്പുകൾ എത്തി നോക്കി. വെള്ളത്തിലേക്ക് എന്നാക്കാൻ ഇൻ എന്നത് പോരാ, ഇൻ ടു എന്ന് വേണം. ദ ബ്രാഞ്ചസ് ഓൺ ദ ട്രീസ് വാസ് ഫ്രീ ഓഫ് സ്നോ. മരച്ചില്ലകളിൽ നിന്നും മഞ്ഞെല്ലാം നീങ്ങിയിരിക്കുന്നു. ദ വേർഡ് വാസ് ഈസ് അണ്ടർലൈൻഡ് ഹിയർ. വൈ? ഒരു മരത്തിൽ ധാരാളം ചില്ലകൾ ഉണ്ടാവും അല്ലേ? മരച്ചില്ലകൾ എന്നാണ് സബ്ജക്റ്റ്. അതുകൊണ്ട് വാസ് എന്നതിനു പകരം വേർ ഉപയോഗിക്കണം. ദ ബേർഡ്സ് ഫ്ലൂ ഇൻ ആൻഡ് ഓൺ ദ ബ്രാഞ്ചസ് സാറ്റ്. അത് സെൻറ്റൻസിൻ്റെ ഓർഡർ തെറ്റാണ്. The birds flew in and sat on the branches. They dried their wing in the warm sun. ഇവിടെ they ആണ്. പക്ഷികളുണ്ട്. അവയ്ക്ക് ഒരു ചിറകല്ല ഉള്ളത്, ചിറകുകൾ ആണ്. അതുകൊണ്ട് വിങ്സ് എന്ന് എഴുതണം. ഇതോടെ ഈ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത യൂണിറ്റിൻ്റെ വീഡിയോ ഉടനെ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ബൈ.